ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഓണം റെസിപ്പീസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് എല്ലാം കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പം ഓണസദ്യയിലെ ഒരു പ്രധാനവുമായ ഒരു വെള്ള കളറിൽ ഒരു കറി എപ്പോഴും നമുക്ക് ഉണ്ടാവും, ഒരു പൊട്ടറ്റോ സ്റ്റൂ പോലത്തത്. അതാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ടാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഞാനിത് പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റിയുമാണ്. നിങ്ങൾ ഈ ഓണത്തിന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പം നമുക്ക് ഈ പൊട്ടറ്റോ സ്റ്റൂ ഉണ്ടാക്കാൻ തുടങ്ങാം. സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 200-250 ഗ്രാം കാണും. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. മുറിച്ചതിന് ശേഷം കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കണം. വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ കളർ മാറിപ്പോകും. ഇനി കറിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ്: കറിവേപ്പില, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പൊടിയായിട്ട് അരിഞ്ഞത്, പച്ചമുളക് നീളത്തിൽ 2ആയിട്ട് മുറിച്ചത്, സവാള നേരിയതായിട്ട് മുറിച്ചത്. ഒരു ചെറിയ സവാളയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഒരു 1.5 കപ്പ് 2ആം പാലും ഒരു 3/4 കപ്പ് 1ആം പാലും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഫ്രഷ് തേങ്ങ മിക്സിയിൽ അടിച്ചിട്ടാണ് പാലെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രഷ് തേങ്ങ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് പൗഡറോ കോക്കനട്ട് മിൽക്കോ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഇനി നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുക്കറിൽ വെക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പാനിൽ വെച്ച് വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷെ കുക്കറിലാകുമ്പോൾ നമുക്കത് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ പ്രഷർ കുക്കർ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയാൽ മതി. സവാള കളറൊന്നും മാറേണ്ട, ബ്രൗൺ കളറൊന്നും ആകരുത്. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി. സവാള ബ്രൗൺ കളർ ആകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ സ്റ്റൂ ഉണ്ടാക്കുമ്പോഴത്തേക്കും സ്റ്റൂവിൻ്റെ കളർ മാറും. അപ്പോൾ സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി. ഇപ്പോൾ സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് സ്റ്റൗ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നന്നായിട്ട് വഴറ്റണം. രണ്ട് മൂന്ന് മിനിറ്റ് നല്ലൊരു വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കരുത്. നമുക്ക് അവസാനം ഇനി തേങ്ങാപ്പാലൊക്കെ ഒഴിക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം പ്രഷർ കുക്കർ ഒന്ന് മൂടി ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങിന് വേവ് കുറവായത് കാരണം നമ്മൾ ഒരൊറ്റ വിസിൽ വരുന്നവരെ വേവിച്ചാൽ മതി. ഒരു വിസിൽ വരുന്ന കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. ഇപ്പോൾ കുക്കറിന്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് പതുക്കെ ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2ആം പാൽ ചേർത്ത് കൊടുക്കാം. 2ആം പാൽ ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരണം. ഇപ്പോൾ സ്റ്റൂ ഈ കാണുന്ന പോലെ നന്നായിട്ട് തിളച്ച് നല്ല കുറുകി പാകത്തിന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1ആം പാലും കൂടി ചേർത്ത് കൊടുക്കണം. 1ആം പാൽ ചേർത്തതിന് ശേഷം കറി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, 1ആം പാൽ ചേർത്തതിന് ശേഷം കറി പിന്നെ തിളക്കാൻ അനുവദിക്കരുത്. ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കറി നമുക്ക് ഓഫ് ചെയ്യാം. കറി ഓഫ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് അതിൻ്റെ മേലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി. വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി തൂക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ രുചികരമായ സ്റ്റൂ റെഡി ആയി കഴിഞ്ഞ് ഇത് നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ വരുന്ന ഓണസദ്യക്ക് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയും വളരെ ടേസ്റ്റിയുമാണിത്. കൂടാതെ തന്നെ നമുക്കിത് ഇടിയപ്പം, പൊറോട്ട ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്.
ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല ഓണം റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.